ഹലോ, ഓക്കെ ആണല്ലോ അല്ലേ ഇപ്പൊ? ഓക്കെയാണ് സാർ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ എല്ലാവരും കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർ തന്നെയാണോ? അല്ല സാർ, അല്ല, +2 ഉണ്ട്. +2. ഓക്കെ. സോ എനിവേ, പിന്നെ നമ്മള് സിലബസിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ ഞാൻ കുറച്ച് അത്യാവശ്യം എക്സാം ഫോക്കസ് ചെയ്ത് തന്നെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ നമ്മൾ കൂടുതൽ ഒന്ന് സ്ട്രെസ് ചെയ്ത് പറയും. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്ന ഭാഗങ്ങൾ, അല്ലാത്ത ഭാഗങ്ങൾ ഞാൻ കുറച്ച് സ്പീഡായിട്ട് പോകും. ഓക്കെ. അപ്പൊ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ അതാത് സമയത്ത് ചോദിക്കുക, അല്ലെങ്കിൽ പിന്നെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് ചോദിക്കാം. ഓക്കെ. അപ്പൊ ഞാൻ എടുക്കുന്നത് മൂന്നാമത്തെ മൊഡ്യൂളാണ് ഇന്ന് എടുക്കുന്നത്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഫസ്റ്റ് 2 മൊഡ്യൂൾ നിങ്ങൾക്ക് എടുത്തിട്ടുണ്ടാവും. അപ്പൊ അവിടെ അക്കൗണ്ടിങ്ങിന്റെ ആസ്പെക്ട് ചെയ്യുന്ന അതേപോലെ തന്നെയാണ് കമ്പനി അക്കൗണ്ട്സും ചെയ്യുന്നത്. അതെല്ലാം എക്സ്ട്രാ വരുന്ന ചേഞ്ചസ് ഞാൻ അഡീഷണൽ ആയിട്ട് പറയും. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് പറയുന്ന ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്താണ്, അതിന്റെ ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നത്, ഫോർഫീച്ചർ, റീഇഷ്യൂ എന്നുള്ള കേസുകൾ, അതുപോലെ തന്നെ ഡിബഞ്ചറിന്റെ കേസിലും ഇത്രയും കാര്യങ്ങൾ, ഇഷ്യൂ, റിഡംഷൻ, അതുപോലെ തന്നെ അതിന്റെ ഫൈനൽ അക്കൗണ്ട് ചെയ്യുന്നത് ആസ് പെർ ഷെഡ്യൂൾ 3 പ്രകാരം ഫൈനൽ അക്കൗണ്ട് ചെയ്യുന്നത്, ദെൻ മാനേജേഴ്സ് റെമ്യൂണറേഷൻ അല്ലെങ്കിൽ മാനേജറിയൽ കമ്മീഷൻ എന്ന് പറയുന്നത്, ദെൻ പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ. ഇത്രയും കാര്യങ്ങളാണ് ഈ മൊഡ്യൂളിനകത്തുള്ളത്. ഓക്കെ. സോ എനിവേ, അതിനകത്ത് കമ്പനി അക്കൗണ്ട്സ് എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ഫസ്റ്റ് വൺ പറഞ്ഞതിന്റെ മീനിങ് ആണ് വാട്ട് ഈസ് എ കമ്പനി എന്നുള്ളത്. ഓക്കെ. ദെൻ കമ്പനി ഈസ് എ വളണ്ടറി അസോസിയേഷൻ. ആളുകൾ സ്വമേധയാ അവരുടെ മ്യൂച്വൽ ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഫ്രെയിം ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആണ് കമ്പനി എന്ന് പറയുന്നത്. അവിടെ അതിന്റെ ഡെഫിനേഷൻ ഞാൻ എടുത്തത്, അതിനകത്ത് കുറെ സ്പെഷ്യാലിറ്റികൾ അവിടെ പറഞ്ഞു പോകുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ പലപ്പോഴും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിലൊക്കെ വരാറുണ്ട്. ഓക്കെ. സോ അതിന്റെ കമ്പനീസ് ആക്ട് 2013 ആണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കമ്പനീസ് ആക്ട് 2013. ഇപ്പോൾ അതിനു മുന്നേ ഏറ്റവും പ്രബലമായിട്ടുള്ള ഒരു കമ്പനീസ് ആക്ട് എന്ന് പറഞ്ഞാൽ 1956 ആക്ട് ആണ്. കുറെ ആളുകളൊക്കെ അത് പഠിച്ചിട്ടുണ്ടാവും. 2013 ശേഷമുള്ള ആളുകൾ ഈ ലേറ്റസ്റ്റ് കോൺസെപ്റ്റുകളൊക്കെ ആവാം അതിനകത്ത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ കമ്പനീസ് ആക്ട് 2013 ഒരു ഡെഫിനേഷൻ പറയുന്നത്, കമ്പനി ഈസ് ഇൻകോർപ്പറേറ്റഡ് അണ്ടർ ദിസ് ആക്ട് ഓർ എനി പ്രീവിയസ് കമ്പനി ലോ. കമ്പനി അക്കൗണ്ട്സ്, അതിനകത്ത് ഇഷ്യൂ ഓഫ് ഷെയർസ്, അതുപോലെ തന്നെ ഡിബഞ്ചറുകൾ, അതുപോലെ മാനേജേഴ്സ് കമ്മീഷൻ, അതിന്റെ കൂടെ പ്രോഫിറ്റ് പ്രയർ ടു ഇൻകോർപ്പറേഷൻ, ഈ 4 ടോപ്പിക്കുകളാണ് തേർഡ് മൊഡ്യൂളിലുള്ളത്. ഓക്കെ. നമ്മൾ കമ്പനി അക്കൗണ്ട്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ഫസ്റ്റ് വൺ അതിന്റെ മീനിങ് ആണ്, മീനിങ് ഓഫ് ദ കമ്പനി. സോ അത്ര ഒരു റെലവെന്റ് അല്ല മീനിങ് എന്ന് പറഞ്ഞത്. സോ എനിവേ, അതിനകത്ത് അതിന്റെ മീനിങ് അല്ലെങ്കിൽ ഡെഫിനേഷൻ പറയുന്നതിനകത്ത് വ്യക്തമാണ്. അതിന്റെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ. സോ കമ്പനി ഈസ് എ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. നമുക്കറിയാം, സാധാരണഗതിയിൽ സോൾ ട്രേഡർ നമ്മൾ ഏകാംഗ വ്യാപാരം എന്ന് പറയും. അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പ്, ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ്, ദെൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. അതിനകത്ത് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ഫോം ഓഫ് ബിസിനസ്സുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. 2 പ്രധാനപ്പെട്ട കമ്പനീസ് ആക്ടുകളാണുള്ളത്. കമ്പനീസ് ആക്ട് 2013 ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആക്ട്. പക്ഷെ കൂടുതലായിട്ടുള്ള പ്രൊവിഷൻസ് ഇപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്നത് ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്പനീസ് ആക്ട് ആണ്. കമ്പനീസ് ആക്ട് 1956 ഇന്ത്യൻ പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ സമയമെടുത്ത് പാസ്സാക്കിയിട്ടുള്ള ഒരു നിയമമാണ് 56 ആക്ട്. അതിനകത്തുള്ള ഒരുപാട് പ്രൊവിഷൻസ് തന്നെയാണ് നമ്മളിപ്പോഴും കീപ്പ് ചെയ്യുന്നത്. സോ എനിവേ, നമ്മുടെ കാലഘട്ടം മാറുന്നതിനനുസരിച്ചുള്ള ഒരു അപ്ഡേഷൻ എന്നുള്ള നിലക്ക് കൂടുതൽ കാര്യങ്ങൾ 2013 കമ്പനീസ് ആക്ട് ഉൾപ്പെടുത്തി. ഇപ്പൊ നമ്മളിത് ഏത് കമ്പനീസ് ആക്ടിനെ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിലും അതൊരു ഇഷ്യൂ അല്ല, കാരണം അതിനകത്തെല്ലാം വിശദമായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. ഇപ്പൊ കമ്പനീസ് ആക്ടിൽ പറയുന്നത് 2013 കമ്പനീസ് ആക്ടിലോ അല്ലെങ്കിൽ അത് മുന്നേ ഉള്ള 56 മുന്നേ ഒരുപാട് കമ്പനീസ് ആക്ടുകളുണ്ട്. അതിനകത്തൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനികളൊക്കെ നമ്മൾ ഇതിനകത്ത് അപ്രൂവ്ഡ് ആണ്. കമ്പനി മേ ബി ഡിഫൈൻഡ് ആസ് an incorporated association which is an artificial person. One of the important point ആണ് artificial person. We are natural persons, but company is an artificial person, but it having separate legal entity. That means ഇപ്പൊ ഞാനൊരു കമ്പനി തുടങ്ങി, എന്റെ മരണശേഷവും ഞാൻ ഫ്രെയിം ചെയ്ത കമ്പനി അവിടെ എക്സിസ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, ദെൻ പെർപെച്വൽ സക്സഷൻ, then common seal, then common capital, that is transferable shares carrying limited liability. അതിന്റെ പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്ന് പറയുന്നതാണ്, അവിടെ ലയബിലിറ്റി എന്ന് പറയുന്നത് ഈസ് ലിമിറ്റഡ്. ഓക്കെ. വൺ ഓഫ് ദ ഈ പോയിന്റ് ആണ്, ലയബിലിറ്റി ഓഫ് എ കമ്പനി ഈസ് ലിമിറ്റഡ്. ദെൻ അതിന്റെ ഷെയറുകൾ എന്ന് പറയുന്നത് ഫ്രീലി ട്രാൻസ്ഫറബിൾ ആണ്. ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന ഷെയർ എനിക്ക് ആർക്ക് വേണമെങ്കിലും വിൽക്കാം വിത്തൗട്ട് ദ പെർമിഷൻ ഓഫ് ദ കമ്പനി. ഓക്കെ. അവിടെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ചെറിയൊരു റെസ്ട്രിക്ഷൻ പറയും. സോ ഇപ്പൊ നിങ്ങൾ കമ്പനിയുടെ ഷെയറുകൾ ഫ്രീലി ട്രാൻസ്ഫറബിൾ ആണ്, ലയബിലിറ്റി ഈസ് ലിമിറ്റഡ് ആണ്. ദെൻ കോമൺ സീൽ എന്നുള്ളത് അത്ര റിലവന്റ് അല്ല. ദെൻ പെർപെച്വൽ സക്സഷൻ, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആൻഡ്
ആർട്ടിഫിഷ്യൽ പേഴ്സൺ. ഇത്രയും കാര്യങ്ങൾ അവിടെ നിങ്ങൾ ഓർത്തിരിക്കണം. ഓക്കെ, ദെൻ അതിന്റെ ഫീച്ചേഴ്സ് ആണ് ലീഗൽ പേഴ്സണാലിറ്റി ഇൻ ദ ഐ ഓഫ് ദ കമ്പനി. ഓക്കെ, ദാറ്റ് മീൻസ് കമ്പനി ഒരു ലീഗൽ എക്സിസ്റ്റൻസ് കമ്പനിക്ക് സെപ്പറേറ്റ് ഉണ്ട്. Then perpetual succession, that means death or insolvency of shareholders does not affect the existence of the company. ഇപ്പൊ ഇൻസോൾവൻസി ഒക്കെ ഏത് സമയത്തും വരാം. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒന്നും കമ്പനിയുടെ എക്സിസ്റ്റൻസിനെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. ദെൻ ലിമിറ്റഡ് ലയബിലിറ്റി ഈസ് ലിമിറ്റഡ്. ദാറ്റ് മീൻസ് ഇപ്പൊ ഞാൻ 1000 രൂപയുടെ ഷെയർ ആണ് ഒരു കമ്പനിയിൽ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ കമ്പനിക്ക് എത്ര ബാധ്യത വന്നാലും എന്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് മാക്സിമം ഓഫ് ദാറ്റ് 1000 rupees. ഓക്കെ, അതാണ് ലിമിറ്റഡ് ലയബിലിറ്റി. ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ് വിത്തൗട്ട് ദ കൺസെന്റ് ഓഫ് ദ കമ്പനി. പബ്ലിക് കമ്പനിയുടെ കേസിലാണ് ട്രാൻസ്ഫറബിലിറ്റി ഫ്രീ ആയിട്ട് നടക്കുന്നത്. പ്രൈവറ്റ് കമ്പനിയുടെ കേസിൽ ട്രാൻസ്ഫറബിലിറ്റി റെസ്ട്രിക്റ്റഡ് ആണ്. ഓക്കെ, കോമൺ സീൽ, ദെൻ കപ്പാസിറ്റി ടു സ്യൂ ആൻഡ് ബി സ്യൂഡ്. കമ്പനിക്ക് വേണമെങ്കിൽ കേസ് കൊടുക്കാം, കമ്പനിക്കെതിരെ വേണമെങ്കിൽ കേസ് കൊടുക്കാം എന്നുള്ള പ്രൊവിഷൻസ് ഒക്കെ അവിടെ അലൗബിൾ ആണ്. ദെൻ സെപ്പറേഷൻ ഓഫ് ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ്. ദാറ്റ് മീൻസ് നിങ്ങൾ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്നുള്ളത് അക്കൗണ്ടിങ് ഫസ്റ്റ് സോൾ ട്രേഡർ പാർട്ടിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആയിട്ട് ആ ഒരു കോൺസെപ്റ്റ് ഇവിടെയും അപ്ലിക്കബിൾ ആണ്. ദാറ്റ് മീൻസ് ഓണർഷിപ്പ് ഓഫ് ദ കമ്പനിയും അതുപോലെ തന്നെ അതിന്റെ അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എസ്പെഷ്യലി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. അത് രണ്ടും എൻറ്റയർലി ഡിഫറെന്റ് ആണ്, സെപ്പറേറ്റ് ആണ്. ഓക്കെ, ദെൻ രജിസ്ട്രേഷൻ ഓഫ് കമ്പനി. ദാറ്റ് മീൻസ് ഒരു കമ്പനി കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓൺലി ആഫ്റ്റർ ദ ഗെറ്റിംഗ് രജിസ്ട്രേഷൻ ഫ്രം ദ രജിസ്ട്രാർ ഓഫ് ദ കമ്പനി ആസ് പെർ ദ കമ്പനീസ് ആക്ട്. അത് ഏതെങ്കിലും ഒരു കമ്പനീസ് ആക്ട് ഇപ്പൊ രജിസ്റ്റർ ചെയ്യുന്ന ഒരു കമ്പനി ആണെങ്കിൽ 2013 ആക്ടിലാവും രജിസ്റ്റർ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ദെൻ വളണ്ടറി അസോസിയേഷൻ ആണ്. കമ്പനി ഇസ് എ voluntary association of there is no any compulsion from any other person എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ദാറ്റ് മീൻസ് നമ്മുടെ പേഴ്സണൽ ഇൻട്രസ്റ്റിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ജോയിന്റ് കമ്പനി ഫോം ഓഫ് ബിസിനസ്സുകൾ എന്ന് പറയുന്നത്. ഇത്രയാണ് അതിന്റെ ഫീച്ചേഴ്സ്. ഇതിനകത്ത് ഏതെങ്കിലും പോയിന്റ്സുകൾ സ്പെസിഫൈ ചെയ്ത് പറയേണ്ടതുണ്ടോ? കാരണം ഇതിനകത്ത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന ഒരു ഏരിയ ആയതുകൊണ്ടാണ്. ഓക്കെ, then different kinds of company, different types of company. ഒരുപാട് വെറൈറ്റികൾ നമ്മൾ പറഞ്ഞു പോകും. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ലിസ്റ്റ് ചെയ്യുന്നത് പ്രത്യേകം നോട്ട് ചെയ്യുക. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വന്ന ഏരിയകളായിരിക്കും. ഓക്കെ, സോ ഫസ്റ്റ് കാറ്റഗറി ഓൺ ദ ബേസ് ഓഫ് ലയബിലിറ്റി. ഞാൻ പറഞ്ഞു ലയബിലിറ്റി പോയിന്റ് ഓഫ് വ്യൂവില് ദ കമ്പനി എന്ന് പറയുന്നത് ദ ലയബിലിറ്റി ഈസ് ലിമിറ്റഡ്. ഫസ്റ്റ് കേസ് തന്നെയാണ് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്. ഇവിടെ ദ ലയബിലിറ്റി ഓഫ് ഈച്ച് മെമ്പർ ഈസ് ലിമിറ്റഡ് ടു ദ എക്സ്റ്റെന്റ് ഓഫ് ഫേസ് വാല്യൂ ഓഫ് ഷെയർ ഹെൽഡ് ബൈ ദം. നമ്മൾ ഒരു കമ്പനിയുടെ ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് മൊത്തം ഒരു 1000 rupees ആണ് അവരുടെ ഷെയർ ക്യാപിറ്റൽ എങ്കിൽ അത് 100 ഷെയറുകളായിട്ട് ഒരെണ്ണത്തിന്റെ വില 10 രൂപ. അപ്പൊ 10 rupees എന്നുള്ളതാണ് അതിന്റെ ഫേസ് വാല്യൂ. അപ്പൊ ഒരു ഷെയറിന്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് ആ ഫേസ് വാല്യൂ ആയിട്ടുള്ള 10 rupees ലിമിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ വേറെ എന്തെങ്കിലും ഒബ്ലിഗേഷൻസ് ഒക്കെ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ അതൊന്നും ഇങ്ങനെയുള്ള പാർട്ടീസ് പേഴ്സണൽ പ്രോപ്പർട്ടിയിൽ നിന്ന് മീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് നമ്മൾ സോൾ ട്രേഡറിലേക്കോ പാർട്ണർഷിപ്പിലേക്കോ ഒക്കെ പോകുന്ന സമയത്ത് അവിടെ ബിസിനസിന്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് അവരുടെ പേഴ്സണൽ പ്രോപ്പർട്ടിക്കും കൂടെ ബാധകമാണ് എന്തെങ്കിലും ഒബ്ലിഗേഷൻസ് ഒക്കെ വരുന്ന സമയത്ത്. ദെൻ അതാണ് ലിമിറ്റഡ് ബൈ ഷെയർസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ദെൻ രണ്ടാമത്തെ കേസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി. കമ്പനി ഫോംസ് ഓഫ് ഓർഗനൈസേഷൻ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് പ്രധാനപ്പെട്ട 2 ഡോക്യുമെന്റുകളാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ MOA, അതുപോലെ തന്നെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ഇതിനകത്ത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ കമ്പനിയുടെ ക്യാപിറ്റലിനെ കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. കുറെ ക്ലോസുകളാണ്, അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. താഴെ എന്താണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ അവിടെ ഒന്നുകൂടെ വ്യക്തമാകും. അപ്പൊ അതിനകത്ത് അവരുടെ ക്യാപിറ്റൽ ക്ലോസിനകത്ത് ലയബിലിറ്റി ക്ലോസിനകത്ത് ക്യാപിറ്റലിന്റെയും അതിന്റെ അതുമായി അറ്റാച്ച് ചെയ്ത് കിടക്കുന്ന ലയബിലിറ്റിയുടെ ഒബ്ലിഗേഷൻസ് ബാധ്യതകൾ അവിടെ പറയുന്ന സമയത്ത് അവിടെ വ്യക്തമായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ടാകും ഇത്ര രൂപയുടെ ലയബിലിറ്റി ഏറ്റെടുക്കാം. അങ്ങനെ സ്പെസിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ ഫേസ് വാല്യൂവിന്റെ അപ്പുറത്തേക്ക് അവിടെ ലയബിലിറ്റി പോകുന്നതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഗ്യാരണ്ടി ഷെയർ ഹോൾഡേഴ്സ് കമ്പനിയുമായിട്ടുള്ള അഗ്രിമെന്റ് അകത്ത് വരുന്നുണ്ടെങ്കിൽ സോ അവരുടെ ലയബിലിറ്റി ഈസ് ലിമിറ്റഡ് അപ് ടു ദ ഗ്യാരണ്ടീഡ് എമൗണ്ട്. ഓക്കെ, ചിലപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ അസറ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അവർ അത് ഏറ്റെടുക്കാനുള്ള രീതിയിലുള്ള അഗ്രിമെന്റ്സ് ഒക്കെ ആയിരിക്കും. സോ എനിവേ അത് ഏത് റീസൺ ആയിക്കോട്ടെ, പക്ഷെ അവരുടെ ലയബിലിറ്റി അത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് കമ്പനി ഈസ് ലിമിറ്റഡ് അപ് ടു ദ ഗ്യാരണ്ടി. ദെൻ അൺലിമിറ്റഡ് കമ്പനി നോട്ട്. ആദ്യത്തെ 2 കേസും റെലവെന്റ് ആണ്, പ്രധാനപ്പെട്ടതാണ്. സ്റ്റേറ്റ്മെന്റ്സുകൾ നമ്മൾ കാണുന്നതാണ്. ലിമിറ്റഡ് ബൈ ഷെയർസും ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടിയും. അത്ര റെലവെന്റ് അല്ലാത്തൊരു കോൺസെപ്റ്റ് ആണ് അതുമായിട്ട് അറ്റാച്ച് ചെയ്ത് കിടക്കുന്നത് തന്നെയാണ് അൺലിമിറ്റഡ് കമ്പനീസ്. ചില കമ്പനികളുടെ ലയബിലിറ്റി ഈസ് അൺലിമിറ്റഡ്. യൂഷ്വലി ദ ലയബിലിറ്റി ഓഫ് ദ കമ്പനി ഈസ് ലിമിറ്റഡ്. ഓക്കെ, അൺലിമിറ്റഡ് ആവുന്നത് ചില ലാർജ് പാർട്ണർഷിപ്പ് കേസുകളൊക്കെ രജിസ്റ്റർ ചെയ്യുന്നത് ഇങ്ങനെ വന്ന് ചെയ്യാറുണ്ട്. വളരെ റെയർ കേസാണ്. അപ്പൊ അത്തരം കേസുകളിൽ
പാർട്ണർഷിപ്പിന്റെ ലയബിലിറ്റീസ് അൺലിമിറ്റഡ് എന്നുള്ള കോൺസെപ്റ്റ് ആണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, നോട്ട് റെലവൻസ്. ദെൻ ഓൺ ദ ബേസ് ഓഫ് മെമ്പർഷിപ്പിനകത്ത് മെമ്പർഷിപ്പിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കമ്പനീസ്, ഇത് പുതിയ 2013 വന്നിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് OPC, 1 person കമ്പനി എന്ന് പറയുന്നത്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കമ്പനി രജിസ്റ്റർ ചെയ്യുന്നതിന് സാധാരണഗതിയിൽ പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ മിനിമം 2 പേര് വേണം, മാക്സിമം 200 പേര് വേണം. പബ്ലിക് കമ്പനി ആണെങ്കിൽ മിനിമം 7 പേര് വേണം, മാക്സിമം അൺലിമിറ്റഡ് ആണ്. ഓക്കെ, അതാണ് ശരിക്കും കമ്പനി ഫോംസിന്റെ മെമ്പേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത്. പക്ഷേ 2013 ആക്ടില് ഇവിടെ ഈ സാധാരണ ബിസിനസ് ഐഡിയാസ് ഉള്ള ബിസിനസ്മാൻമാരുടെ ആ എന്റർപ്രണർഷിപ്പ് സ്കില്ല് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയൊരു ഫോം ഓഫ് കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് 1 person കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ മുന്നേ ഉണ്ടായിരുന്ന പ്രൈവറ്റ് കമ്പനി മിനിമം 2, പബ്ലിക് കമ്പനി മിനിമം 7, അതിന്റെ കൂടെ 1 person കമ്പനി എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. സോ ഹി ഈസ് ദ ഓൺലി വൺ മാൻ, ഹി ഈസ് ദ ഷെയർ ഹോൾഡർ ആൻഡ് ഹി ഈസ് ദ director of that company. This type of companies are introduced to promote the entrepreneurship of the individuals. Okay, then ഈ കമ്പനിയിൽ മറ്റൊരാളുടെ നെയിം അവിടെ സ്പെസിഫൈ ചെയ്യണം. അത് സ്പെസിഫൈ ചെയ്യുന്നത് കമ്പനിയിൽ ആകെ ഒരാൾ മാത്രമേ ഉള്ളൂ ഷെയർ ഹോൾഡർ ആയിട്ട്, ഡയറക്ടർ ആയിട്ട്. അയാൾ മരണപ്പെടുകയോ അല്ലെങ്കിൽ അയാൾക്ക് ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് കോൺട്രാക്റ്റിൽ വരാൻ പറ്റാതിരിക്കുന്ന സമയം, സേ ഫോർ എക്സാമ്പിൾ അയാൾ ഇൻസോൾവെന്റ് ആണ്, അല്ലെങ്കിൽ അയാൾക്ക് അൺസൗണ്ട് മൈൻഡ് ആയി, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ ദ അതർ പാർട്ടി, ദ അതർ പേഴ്സൺ ആണ് ഈ ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെ മീറ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് OPC-യിൽ മറ്റൊരാളുടെ പേര് മെൻഷൻ ചെയ്യണം. ഒരു സാധാരണ നോമിനി എന്നൊക്കെ പറയുന്ന പോലെ ഉള്ള ഒരാളുടെ പേര് അവിടെ മെൻഷൻ ചെയ്യൽ നിർബന്ധമാണ്. ഓക്കെ, അതുകൊണ്ട് പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ് 1 person കമ്പനി എന്ന് പറയുന്നത്. ദെൻ പ്രൈവറ്റ് കമ്പനിയിൽ അവിടെ പോയിന്റ് ഔട്ട് ചെയ്യുന്ന സമയത്ത് 3 points അവിടെ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ആ 3 പോയിന്റ് നിങ്ങൾ വ്യക്തമായിട്ട് പഠിക്കണം. റെസ്ട്രിക്ട് ദ റൈറ്റ് ടു ട്രാൻസ്ഫർ ഇറ്റ്സ് ഷെയർസ്. മുന്നേ നമ്മൾ പറഞ്ഞു വളരെ ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാം കമ്പനീസിന്റെ ഷെയറുകൾ എന്ന് പറയുന്നത്. അത് പബ്ലിക് കമ്പനിയുടെ കേസിലാണ്. പ്രൈവറ്റ് കമ്പനിയുടെ കേസിനകത്ത് ആ ഫ്രീ ട്രാൻസ്ഫറബിലിറ്റി റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഒരു കമ്പനി തുടങ്ങിയിട്ടുണ്ട്. അത് പ്രൈവറ്റ് കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഷെയറുകൾ എനിക്ക് ആ ബിസിനസ് തുടരാൻ താല്പര്യമില്ല, ഞാനത് വേറൊരാൾക്ക് വിൽക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ ഫ്രണ്ടിന്റെ പ്രയർ പെർമിഷൻ ആവശ്യമാണ്. അതുകൊണ്ട് അതിനകത്ത് റെസ്ട്രിക്ഷൻ ഉണ്ട്. നേരെ മറിച്ച് ഞാനൊരു പബ്ലിക് കമ്പനിയിലാണ് എൻ്റെ ഷെയർ ഹോൾഡിങ്സ് എങ്കിൽ എനിക്കത് മറ്റുള്ള ഷെയർ ഹോൾഡേഴ്സിനെ ഇൻഫോം ചെയ്യാതെ ഫ്രീ ആയിട്ട് ഓപ്പൺ മാർക്കറ്റിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ ലിമിറ്റ് ദ നമ്പർ ഓഫ് മെമ്പേഴ്സ്, മിനിമം 2, ദെൻ മാക്സിമം 200 എന്നുള്ള ലിമിറ്റ് അവിടെ കമ്പൽസറി ആണ്. ദെൻ അതുപോലെ തന്നെ സാധാരണഗതിയിൽ കമ്പനി ഫോം ബിസിനസ്സുകൾ ഫണ്ട് റൈസ് ചെയ്യുന്നത് പബ്ലിക്കിൽ നിന്ന് സബ്സ്ക്രിപ്ഷൻ വഴിയാണ്. അതാണ് ഇഷ്യൂ ഓഫ് ഷെയർസ് എന്നുള്ള കോൺസെപ്റ്റ്. പക്ഷെ ഒരിക്കലും പ്രൈവറ്റ് കമ്പനീസ് ആ ഒരു മെത്തേഡ് ഓഫ് ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷനിലേക്ക് പോകാൻ പാടില്ല എന്നുള്ളതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ഇപ്പൊ 3 കാര്യങ്ങൾ. പിന്നെ പഴയൊരു ടേംസിൽ മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 1 lakh rupees എന്നുണ്ടായിരുന്നു. അത് ഇപ്പോൾ റെലവെന്റ് അല്ല. 2015 ആ ക്ലോസ് എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. സോ ഇനി ബാക്കിയുള്ള 3 പ്രൈവറ്റ് കമ്പനീസിന്റെ ഷെയറുകൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് റെസ്ട്രിക്ഷൻ ഉണ്ട്. മിനിമം നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് മിനിമം 2, മാക്സിമം 200 ആ റേഞ്ചിനകത്തായിരിക്കണം. അതുപോലെ തന്നെ ഫണ്ട് റേസ് ചെയ്യുന്ന സമയത്ത് ആ പ്രൈവറ്റ് കമ്പനിയിൽ മെമ്പർമാരായിട്ട് വരുന്ന ആളുകളുടെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ മാത്രമേ സ്വീകരിക്കാവൂ. പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് സബ്സ്ക്രിപ്ഷൻ ഈടാക്കാൻ പാടില്ല എന്നുള്ളത്. ഓക്കെ, ഐ തിങ്ക് ദാറ്റ് ഈസ് ക്ലിയർ. പ്രൈവറ്റ് കമ്പനി. ദെൻ പബ്ലിക് കമ്പനി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എ പ്രൈവറ്റ് കമ്പനി. പ്രൈവറ്റ് കമ്പനിക്ക് ഒരുപാട് കണ്ടീഷൻസ് പറഞ്ഞു. അങ്ങനെ അല്ലാത്ത കമ്പനികളൊക്കെ പബ്ലിക് കമ്പനികളാണ്. ഇവിടെ മിനിമം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്ന ക്ലോസ് 5 lakh ഉണ്ട്. അത് അറ്റ് പ്രസന്റ് റെലവെന്റ് അല്ല, അത് ഡിമോളിഷ് ചെയ്ത് പോയിട്ടുണ്ട്. ദെൻ ദർ ഈസ് മിനിമം 7 or members required to form the company. അത് കമ്പൽസറി ആണ്. 7 മിനിമം വേണം, മാക്സിമം അൺലിമിറ്റഡ്. ഓക്കെ, ബാക്കിയുള്ള എല്ലാ അർത്ഥത്തിലും ഇറ്റ് ഈസ് നോട്ട് എ പ്രൈവറ്റ് കമ്പനി, ദാറ്റ് ഈസ് ദ പബ്ലിക് കമ്പനി. ഓൺ ദ ബേസ് ഓഫ് മെമ്പർഷിപ്പിനകത്ത് 1 person കമ്പനി, പ്രൈവറ്റ് കമ്പനി ആൻഡ് പബ്ലിക് കമ്പനി. അവിടെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് പ്രൈവറ്റ് കമ്പനിയിലാണ്. പ്രൈവറ്റ് കമ്പനിയിലാണ് റെസ്ട്രിക്ഷൻസ് കൂടുതൽ വരുന്നത്. പലപ്പോഴും വരുന്നതും പ്രൈവറ്റ് കമ്പനി തന്നെയാണ്. ഓക്കെ,